Hello everyone, welcome to Super Tutor, your one-stop destination for everything related to online teaching. എൻ്റെ പേര് ഷബീബ എന്നാണ്. ഞാൻ സൂപ്പ ട്യൂട്ടറിൻ്റെ കോഴ്സ് ഹെഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഹിയർ ഐ എം ഗോണ ഗൈഡ് യു ത്രൂ ദ എക്സൈറ്റിംഗ് വേൾഡ് ഓഫ് ഓൺലൈൻ ടീച്ചിങ്. സോ നിങ്ങളൊരു ഓൺലൈൻ അല്ലെങ്കിൽ ടീച്ചിങ് ആസ്പയറിംഗ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൺലൈൻ ടീച്ചിങ്ങിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാനും അപ്സ്കില്ല് ചെയ്യാനും താല്പര്യമുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാക്ട്ലി റൈറ്റ് പ്ലേസിലാണുള്ളത്. സൂപ്പർ ട്യൂട്ടർ എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങളുടെ ഈ ഒരു ജേർണീനെ എളുപ്പമാക്കാൻ സഹായിക്കും. ഈ ഒരു ചാനലിലൂടെ നമ്മൾ ടീച്ചിങ് അപ്സ്കില്ലിംഗ് ടിപ്സുകൾ, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ എക്സ്പേർട്ട് ഇൻസൈറ്റ്സ്, അതുപോലെ ഒരുപാട് ടീച്ചിങ് ടെക്നോളജീസ്, ടെക്നിക്കൽ ടൂൾസ് ഉണ്ട്, അതിൻ്റെയൊക്കെ അപ്സ്കില്ലിങ്, അതുപോലെ ടീച്ചിങ് സ്കിൽസിൻ്റെ അപ്സ്കില്ലിങ്, ഇതുപോലെയുള്ള കോണ്ടന്റുകളൊക്കെ നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇന്നത്തെ ടോപ്പിക്കിലോട്ടേക്ക് നമുക്കിനി കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടീച്ചിങ് സ്കിൽസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സോ ഒരു ടീച്ചർ ആകുമ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റ് നോളജ് അല്ലെങ്കിൽ സബ്ജക്റ്റിലുള്ള നോളജ് മാത്രം ഉണ്ടായാൽ പോരാ. അതിലുപരിയായിട്ട് നമുക്ക് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള സ്കിൽസ് കൂടെ വേണം. സോ നമുക്ക് ഏതാണ് ആ സ്കിൽസ് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വേണം? സബ്ജക്റ്റ് നോളജ് എന്തായാലും ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് നമ്മളുടെ സബ്ജക്റ്റിൽ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫിഡൻസോട് കൂടിയിട്ട് സ്റ്റുഡൻസിനോട് സംസാരിക്കാൻ പറ്റില്ല, അല്ലെ? അതുപോലെ തന്നെ പെട്ടെന്ന് സ്റ്റുഡൻസ് അതിന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ളൊരു കൗണ്ടർ ബാക്ക് ആൻസർ കൊടുക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഡീപ്പായിട്ടുള്ള ഒരു നോളജ് നമ്മുടെ കണ്ടന്റിൽ അല്ലെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരിക്കണം. സോ ഡെഫിനറ്റ്ലി ഒരു ഗുഡ് ടീച്ചർ എപ്പോഴും ആ ഒരു സ്പെസിഫിക് സബ്ജക്റ്റിൽ അല്ലെങ്കിൽ ടോപ്പിക്കിൽ ഡെഫിനറ്റ്ലി നല്ലൊരു സബ്ജക്ട് എക്സ്പെർട്ടൈസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. രണ്ടാമത്തെ ഒരു സ്കിൽ എന്ന് പറയുന്നത് സെൽഫ് കോൺഫിഡൻസ് ആണ്. സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മളെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിൻ്റെ അടുത്ത് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനേ പറ്റില്ല. നമ്മൾ അവിടെ എന്തായിരിക്കും, നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ, നമ്മളെ കണ്ടന്റ് മറന്നു പോകും, നമ്മൾ വെപ്രാളപ്പെടും, നമ്മളെ മുഖം, ഫേഷ്യൽ എക്സ്പ്രഷൻ എല്ലാത്തിനെയും അത് ബാധിക്കും. സോ കോൺഫിഡൻസോട് കൂടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസ് എടുക്കാൻ വേണ്ടി പറ്റണം. അപ്പം കോൺഫിഡൻസ് എങ്ങനെയാണ് ഉണ്ടാവുക? അതായത് നമുക്കൊരു കാര്യത്തിൽ കോൺഫിഡൻസോട് കൂടിയിട്ട് പറയാൻ പറ്റുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് ആ ഒരു കാര്യം, അത് ടീച്ചിങ്ങിലാണോ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതാണോ, ഏത് ടോപ്പിക്കോ ആവട്ടെ, ആ കാര്യത്തിൽ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റും. 100% നമുക്കതിൽ ഫുൾ കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് വൈബ് വരുമ്പോഴാണ്. സോ നമ്മളുടെ ടീച്ചിങ്ങിലോട്ടേക്ക് എടുക്കുന്ന സമയത്ത് നമ്മളുടെ ടീച്ചിങ് സ്കിൽസ്, അതുപോലെ തന്നെ ടെക്നിക്കൽ ക്ലാരിറ്റി, അതുപോലെ തന്നെ നമ്മളുടെ ലാംഗ്വേജ്, സബ്ജക്റ്റ് എക്സ്പെർട്ടൈസ്, ഇതെല്ലാം കൂടി ചേരുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ കോൺഫിഡൻസ് ബിൽഡ് ആയി വരികയാണ് ചെയ്യുക. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി നല്ല കോൺഫിഡൻസോട് കൂടിയിട്ട് ക്ലാസ് എടുക്കുമ്പോഴേ സ്റ്റുഡൻസിനും ആ ഒരു പോസിറ്റീവ് വൈബ് വരത്തുള്ളൂ. ദെൻ മൂന്നാമത്തെ നമ്മളുടെ സ്കിൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലേണിംഗ് മൈൻഡ് സെറ്റ് ആണ്. അതായത് നമ്മൾ ഇന്നത്തെ കാലത്ത് തന്നെ ഡിജിറ്റൽ ഏജിലാണ് നമ്മളെല്ലാവരും, അല്ലെ? നമ്മൾ ടീച്ചേഴ്സ് ആണ് എന്നുണ്ടെങ്കിലും സ്റ്റുഡൻസ് ആണ് എന്നുണ്ടെങ്കിലൊക്കെ അവർ ഭയങ്കര ടെക്നിക്കലി എക്യുപ്ഡ് ആയിട്ടാണ് വളരുന്നത്. സോ നമ്മൾ ടീച്ചേഴ്സും നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് ലേൺ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം എന്നുള്ളതാണ്. പലപ്പോഴും ഞാൻ ഇങ്ങനെ നോക്കിക്കാണുന്ന സമയത്ത് പല ടീച്ചേഴ്സിൻ്റെയും ഒരു ഫെയിലിയർ എന്ന് പറയുന്നത് ഈ ഒരു ലേൺ ചെയ്യാനുള്ള, അതായത് നമ്മളിപ്പം ഒരു കാര്യം പഠിച്ചു, നമ്മളെല്ലാം ഓൺലൈൻ ടീച്ചറായി എന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ടീച്ചറായി, ഇനി എനിക്കൊന്നും പഠിക്കാനില്ല, ഞാനൊക്കെ 100% ഓക്കെ ആണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി പല ആളുകളോടും നമ്മൾ സംസാരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫീൽ ചെയ്യാറുണ്ട്, അല്ലെ? അപ്പം ആ ഒരു കാര്യം ഡെഫിനറ്റ്ലി നിങ്ങൾ ഒഴിവാക്കണം. കാരണം നമ്മളുടെ ഡിജിറ്റലി ആണ് എന്നുണ്ടെങ്കിലും സിലബസ് ആണ് എന്നുണ്ടെങ്കിലും എല്ലാം പുതിയ പുതിയ കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ടീച്ചിങ് മെത്തേഡ്സിലാണ് എന്നുണ്ടെങ്കിലും കണ്ടന്റിലാണ് എന്നുണ്ടെങ്കിലും പുതിയ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഇംപ്ലിമെന്റ് ചെയ്യണം. സോ അതിനൊരു ലേണിംഗ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള, പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ആ ഒരു ലേണിംഗ് മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾക്ക് മാത്രമേ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാനും അത് ഇംപ്ലിമെന്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ. ദെൻ അടുത്ത ഒരു എന്താണ് സ്കില്ല് എന്ന് പറയുന്നത് എന്താണ്? പ്രസന്റേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ സ്റ്റുഡൻസിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ നമ്മുടെ കോണ്ടന്റ് അവരിലേക്ക് ഡെലിവർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ്ലി എന്തായിരിക്കണം?
നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, അതായത് മലയാളത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റലുണ്ടായിരിക്കും. ബട്ട് പലപ്പോഴും ഇംഗ്ലീഷിൽ നമുക്ക് നമ്മളുടെ കണ്ടന്റ് അല്ലെങ്കിൽ നമ്മളെ സബ്ജക്റ്റ് അല്ലെങ്കിൽ ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ ചിലപ്പോൾ എന്തായിരിക്കും, മടി ഉണ്ടായിരിക്കും. അതെന്തുകൊണ്ടാണ്? നമുക്ക് ആ ഒരു ലാംഗ്വേജ് ഫ്ലുവൻ്റ് അല്ല എന്നുള്ളത് കൊണ്ടാണ് അല്ലെ. സോ ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമ്മ്യൂണിക്കേഷനെ നമ്മൾ നല്ല രീതിയിൽ അതായത് എക്സൽ ചെയ്യാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേറൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ടെക്നിക്കൽ സ്കില്ലാണ്. സോ ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതലായിട്ട് ഒരു ടീച്ചർ ചെയ്യേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ടെക്നോളജിയുടെ ഇംപ്ലിമെൻറ്റേഷൻ എങ്ങനെ ടീച്ചിങ്ങിൽ ചെയ്യാം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഒരുപാട് ടൂൾസ്, ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതും അല്ലാത്തതുമായിട്ടുള്ള ഒത്തിരി ടൂൾസ് നമുക്കിന്ന് നമ്മളെ ടീച്ചിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അത് നമ്മളെ ടീച്ചിങ്ങിലുള്ള എഫേർട്ട്, അതായത് നമ്മൾ എടുക്കുന്ന എഫേർട്ട്, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന അതുപോലെ എന്താണ് നമ്മളുടെ ടീച്ചിങ് സ്കിൽസ് എല്ലാത്തിനെയും നമുക്ക് 10x വലുതാക്കാൻ വേണ്ടി പറ്റും. നമ്മളെ ടൈം ലാഭിക്കാൻ പറ്റും, നമ്മളെ എഫിഷ്യൻസി കൂട്ടാനൊക്കെ ഈ ഒരു ടെക്നിക്കൽ ടൂൾസിന് സാധിക്കും. ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ എയുടെ ഇംപ്ലിമെന്റേഷൻ എത്രത്തോളമാണ് എഡ്യൂക്കേഷനിൽ ഉള്ളത് എന്നുള്ളത്. ഡെഫിനറ്റ്ലി അത് ടീച്ചേഴ്സും എങ്ങനെ ചെയ്യാം, എങ്ങനെ ടീച്ചിങ്ങിൽ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് കുറച്ചും കൂടെ ഈസി ആയിട്ട് മാറും അല്ലെ. അതുപോലെ തന്നെ ടെക്നിക്കൽ എന്ന് പറയുന്ന സമയത്ത് നമ്മളുടെ സ്റ്റുഡൻസ് വളരെ എക്യുപ്ഡ് ആയിട്ടാണ് അല്ലെ, അതായത് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് അവർ പഠിക്കുന്നത്. സോ അവർ ആ രീതിയിൽ എക്സൽ ചെയ്യുന്ന സമയത്ത് ടീച്ചേഴ്സ് ഒരിക്കലും ട്രഡീഷണൽ മെത്തേഡിൽ എന്ത് ചെയ്യരുത്, ക്ലാസ് എടുക്കരുത്. അപ്പം ടെക്നോളജിയുടെ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ടീച്ചേഴ്സിന്, പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് ഓൺലൈൻ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മളുടെ ഓഫ്ലൈൻ ആകുന്ന സമയത്ത് നമ്മളുടെ ഫിസിക്കലി നമ്മൾ അടുത്തുണ്ട്, അവരെ നമുക്ക് തൊട്ടറിയാൻ വേണ്ടി പറ്റും. ബട്ട് നമ്മൾ ഓൺലൈനിൽ വരുന്ന സമയത്ത് ഒരു വെർച്വൽ കോൺഫറൻസിങ് പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ അവരെ മീറ്റ് ചെയ്യുന്നത്. സോ അവരെ സറൗണ്ടിങ് എന്താണ്, അവർ ബാക്ക്ഗ്രൗണ്ടിൽ എന്താണ്, ഗെയിം കളിക്കുകയാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ കാണുകയാണോ ഒന്നും നമുക്കറിയാൻ പറ്റില്ല അല്ലെ. സോ അവരെ എൻഗേജിങ് ആയിട്ട് നിർത്തണം എന്നുണ്ടെങ്കിൽ അവരുടെ ടീച്ചിങ് നമ്മൾ ആ ഒരു ലേണിംഗ് എളുപ്പമാക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടെക്നോളജിയുടെ ഇംപ്ലിമെന്റേഷനും കൂടി വന്നാലേ അത് ബാലൻസ്ഡ് ആയിട്ട് പോകത്തുള്ളൂ എന്നുള്ളതാണ്. സോ ഈ ഒരു സ്കിൽസ് എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താണ്, ഒരു ഓൺലൈൻ ടീച്ചർ ആവാനുള്ള എല്ലാ സ്കിൽസും ഉണ്ട്. നിങ്ങൾ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യണം, ഈ ഒരു കരിയർ തന്നെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ്. സോ നമ്മളുടെ ഈ ഒരു ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, എങ്ങനെ ഒരു ഓൺലൈൻ ടീച്ചിങ് സ്കിൽസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഇനി ഇങ്ങനെയുള്ള സ്കിൽസ് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഇനി അങ്ങോട്ടേക്ക് നമ്മളെ കരിയറിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ നമുക്ക് മെയിൻലി അതിന് 3ആയിട്ട് തിരിക്കാം. അതായത് എഡ്ടെക് പ്ലാറ്റ്ഫോമുകൾ. എഡ്ടെക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ്, അതായത് ആംഗിൾ ബില്ലോണ്, അതുപോലെ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഞാനിവിടെ PPT-യിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്റർവെല് അങ്ങനെയുള്ള എഡ്ടെക് പ്ലാറ്റ്ഫോമുകൾ. അപ്പം ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവർ പേഴ്സണലൈസ്ഡ് ട്യൂഷൻ അല്ലെങ്കിൽ ട്യൂഷൻ കൊടുക്കുന്ന കമ്പനീസ് ആയിരിക്കും. സോ അവിടെ നമുക്കൊരു ടീച്ചിങ് വേക്കൻസി ഡെഫിനറ്റ്ലി ഉണ്ടായിരിക്കും. സോ നമ്മളെ സ്കിൽസ് അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എക്സലന്റ് ആയിട്ട് നമ്മളെ ടീച്ചിങ് സ്കിൽസ് അല്ലെങ്കിൽ നമ്മളെ ടെക്നിക്കൽ സ്കിൽസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള എഡ്ടെക് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു എൻട്രി ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ടാമത്തൊരു ചാൻസ് എന്ന് പറയുന്നത് ഫ്രീലാൻസിങ് ആണ്. ഫ്രീലാൻസ് ടീച്ചേഴ്സ് ഇപ്പോഴത്തെ കാലത്ത് എന്താണ്, വളരെയധികം കൂടി വരുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഒരു 8 years ആയിട്ട് ഈ ഒരു എഡ്ടെക് പ്ലാറ്റ്ഫോമിൽ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ നോക്കി കാണാം ഓരോരുത്തരും എന്താണ് അവരുടെ കരിയറിൽ ഇങ്ങനെ ഓരോരോ ചവിട്ടുപടികളായിട്ട് മുന്നോട്ട് വരുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതലായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഫ്രീലാൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെയാണ്. കാരണം അത് നമുക്ക് വേറൊരാളുടെ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. നമ്മളാണ് അവിടുത്തെ ഓണേഴ്സ്, നമ്മളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, പേയ്മെന്റ് ഡിസൈഡ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ നമുക്കത് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ നമ്മൾക്ക് വേണ്ട രീതിയിൽ ആ കുട്ടികൾക്ക് ആരാണോ നമ്മളെ കസ്റ്റമേഴ്സ് അവരിലേക്ക് എത്തിക്കാൻ പറ്റും. അത് ചിലപ്പം നിങ്ങൾക്ക് OBS സ്റ്റുഡിയോയോ അതുപോലെ ലൂം പോലെയുള്ള റെക്കോർഡിംഗ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചിട്ട് ഒരു ഫൗണ്ടേഷൻ കോഴ്സോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കോഴ്സ് കൊടുത്തിട്ടാവാം. അതല്ല എന്നുണ്ടെങ്കിൽ ഫ്രീലാൻസ് ആയിട്ട് ഓൺലൈൻ ട്യൂട്ടർ ആയിട്ട് മാറാം.
അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട് സോണോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് ജസ്റ്റ് സർക്കുലേറ്റ് ചെയ്തിട്ട് ആ രീതിയിലോ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഉപയോഗിച്ചിട്ട് ആ രീതിയിൽ സ്റ്റുഡൻസിനെ നമ്മളിലേക്ക് എത്തിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈനായിട്ട് ഫ്രീലാൻസ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണ് അവിടെ എല്ലാം. സോ നമുക്ക് പേയ്മെന്റ് നമുക്ക് കുറച്ചും കൂടെ ഏർണിങ്സ് അല്ലെങ്കിൽ പേയ്മെന്റ് കൂടുതൽ കിട്ടുന്നുണ്ടായിരിക്കും ഈ ഒരു ഫ്രീലാൻസിങ്ങിലായിരിക്കും. സോ നമുക്ക് അവിടെ വേറൊരാൾ അണ്ടറിൽ വർക്ക് ചെയ്യേണ്ട, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് ആണ്. സോ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഒരു ഫ്രീലാൻസിങ് എന്നുള്ള രീതിയിലായിരിക്കും. കാരണം അത് കുറച്ചും കൂടെ നമുക്ക് ഒരു എജ്യൂപ്രണർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ തന്നെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ നമ്മുടെ മൂന്നാമത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഇന്റർനാഷണൽ ടീച്ചിങ് ആണ്. അവിടെ സൂപ്പർ പ്രൊഫ്, അത് മൈ ട്യൂട്ടർ, അതുപോലെ tutor.com എന്ന് പറയുന്ന കുറെ പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ടീച്ചിങ് കരിയറിനെ എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെയാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത് ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി. ഇൻ ഷോർട്ട് ഒരു ബ്രീഫായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇനി നമുക്ക് വരുന്ന വീഡിയോസിലൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡെഫിനറ്റ്ലി കാണാം. സോ ഇന്നത്തെ വീഡിയോ ഇത്രയാണുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സോ ഫർദർ ആയിട്ട് നമ്മൾ ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോസ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ഈ ഒരു ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ അതിനായിട്ട് നിങ്ങൾ ഡെഫിനറ്റ്ലി നമ്മളുടെ ഈ ഒരു സൂപ്പർ ട്യൂട്ടർ എന്ന് പറയുന്ന ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും കണ്ടന്റിനെ കുറിച്ചിട്ട് അറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചിട്ട് അറിയണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ ടൂളിനെ കുറിച്ചിട്ട് സ്പെസിഫിക് ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റിൽ എഴുതി കഴിഞ്ഞാൽ, നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കാര്യത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്തിട്ട് നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അത് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇത്രയാണ് നമ്മളെ വീഡിയോ ഉള്ളത്. എല്ലാവരും എന്ത് ചെയ്യുക, സ്റ്റേ ട്യൂൺ. നമ്മൾ ഇതുപോലെ ഒരുപാട് വീഡിയോസ് എന്തായിരിക്കും ഇടുന്നതായിരിക്കും. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.